പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ വചനം എല്ലാവരോടും പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ലോകത്തിൽ അനേക മതങ്ങൾ, പ്രസ്ഥാനങ്ങൾ, ക്രിസ്തീയ പ്രവർത്തകർ ഒക്കെയുണ്ട്. പക്ഷേ പലരും യേശുവിന്റെ വചനം വേണ്ടതുപോലെ പറയുന്നില്ല. തിരുവചനം പറയുന്നു, ഈ വചനം വായിച്ച് കേൾപ്പിക്കുന്നവനും അനുസരിക്കുന്നവനും പ്രസംഗിക്കുന്നവനും അതിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഈ തിരുവചനത്തിന്റെ അന്തസത്ത എന്താണെന്ന് നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൽ അനേക പള്ളികളും പ്രസ്ഥാനങ്ങളും സഭകളുമുണ്ട്. പലപ്പോഴും അതൊക്കെ അല്പമൊക്കെ വളച്ചൊടിക്കും. ഞാൻ പറയട്ടെ, ഈ ദൈവത്തിന്റെ വചനത്തിന്റെ അന്തർസത്ത മറ്റൊന്നുമല്ല. അതിതാണ്, യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനെ രക്ഷിപ്പാനായി വന്നു. കാൽവറി കുരിശിൽ തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും വിറ്റിറ്റായി ഊറ്റി എനിക്ക് വേണ്ടിയും നമ്മൾക്ക് ഓരോരുത്തർക്കു വേണ്ടി ഊറ്റി തന്നു. തന്റെ ജീവൻ വരെ തന്നു. താൻ മരിച്ച് അടക്കപ്പെട്ടു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ യേശു അനേകർക്ക് പ്രത്യക്ഷനായി. അവസാനം ഒലിവുമലയിൽ നിന്ന് യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ താൻ പറഞ്ഞു, ഇനിയും താൻ വീണ്ടും കടന്നു വരും, തന്റെ ജനത്തെ ചേർക്കുവാൻ വരും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതാണ് ഈ വചനത്തിന്റെ പ്രത്യേകത. ഞാനൊരു വചനം വായിച്ചു കേൾപ്പിക്കാം, അത് ആർക്കും മാറ്റാൻ ഒക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം നമ്മൾക്ക് തന്റെ ഏകപുത്രനെ യേശു കർത്താവിനെ നമുക്ക് വേണ്ടി നൽകി തന്നു. അതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു വചനഭാഗം കൂടെ ഉണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. എന്നെ ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും യേശു കർത്താവിനെ പരിചയമില്ലെങ്കിൽ, ഒരു ഉണ്ണി ഈശോ ആയിട്ടോ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുകയോ അതിനുശേഷം ലിക്കർ കുടിക്കുകയോ ചെയ്യുന്നതായിട്ടാണ് അനേകർക്കും ക്രിസ്മസ് ഇരിക്കുന്നത്. പക്ഷെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും, ഒരു ദിവസത്തിലുള്ളതിൽ 24 മണിക്കൂറും യേശുവിനായി ജീവിക്കുക, യേശു ഉള്ളിൽ വസിക്കുക. അതാണ് ക്രിസ്മസ്. അല്ലാതെ വർഷത്തിൽ ഒരിക്കൽ യേശുവിന്റെ പേരിൽ കള്ള് കുടിക്കുകയും ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നത് മാത്രമല്ല. യേശുവിനായി ജീവിക്കൂ. യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് വരുമോ? തീർച്ചയായും യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞാനൊരു പാപിയാണ്, ഞാൻ അങ്ങേയ്ക്കായി ജീവിക്കും. യേശുവെ, അങ്ങ് കാൽവറിയിൽ മരിച്ചത് എന്റെ പാപക്ഷമയ്ക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് അത് പറയുകയും ചെയ്യുമ്പോൾ വേദപുസ്തക ഭാഷയിൽ പറയുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ഏത് പള്ളിയിൽ പോയാലും എവിടെ ആരാധിച്ചാലും നിത്യതയിൽ നിത്യജീവനിൽ പ്രവേശിക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്കിത് മാറ്റാൻ കഴിയുകയില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. നമുക്ക് ഈ ഭൂമിയിൽ അല്പവാസം മാത്രം. 50, 60, 70 അല്ലെ 80? ആരറിയുന്നു? ഇന്നു രാത്രിയിലാണോ എന്റെ ജീവൻ കർത്താവ് വിളിക്കുന്നതെന്ന് അറിയത്തില്ല. ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിനെ അറിഞ്ഞ് ജീവിക്കൂ, യേശുവിനായി ജീവിക്കൂ. യേശുവിനെ അറിയാൻ നമുക്ക് ജീവിക്കാം, നമുക്ക് തട്ടിക്കളയാം. പക്ഷെങ്കിൽ കർത്താവിന്റെ ഒരു വാണിങ് നമ്മളോടുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, 3-ാം അധ്യായം അതിന്റെ അവസാനത്തെ 2 വാക്യം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. യേശു കർത്താവ് ഈ ദൈവവചനത്തിൽ കൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അനുസരിക്കണം. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. എന്നാൽ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുകയാണ്.
അടുത്ത മരണമണി നമുക്ക് വേണ്ടിയാണോ മുഴങ്ങുന്നത്? അടുത്ത ഫ്യൂണറൽ നമുക്ക് വേണ്ടിയാണോ നടക്കുന്നത്? അതിനു മുമ്പ് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്ന് തീർച്ച വരുത്തുമോ? നമ്മുടെ സകല പാപങ്ങളെ കർത്താവ് ക്ഷമിക്കും. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി, നിങ്ങളുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. സ്വർഗം സന്തോഷിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളിലും വിലയേറിയതാണ്. നിങ്ങൾക്ക് യേശുവിനെ വേണ്ടായോ? എന്നെ നിത്യതയിൽ കൊണ്ടുപോവാൻ, നമ്മളെ നിത്യതയിൽ കൊണ്ടുപോവാൻ യേശു കാൽവരിയിൽ അവസാനത്തെ തുള്ളി രക്തം വരെയും ചൊല്ലി. യേശു സർവ്വവിലയും കൊടുത്തു കഴിഞ്ഞു. നമ്മൾ വിശ്വസിക്കുക, ഏറ്റുപറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.